ആലപ്പുഴയിൽ എക്സൈസ് ഓഫീസിലേക്ക് മൂന്നാമത്തെ ആളും ഹാജരായിരിക്കുന്നു. പാലക്കാട് നിന്നുള്ള മോഡലായ സൗമ്യയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി ഹാജരായിരിക്കുന്നത്. ലഹരി ഇടപാട് കഞ്ചാവ് അതിനെ കുറിച്ച് അറിയില്ല. 6 മാസത്തെ പരിചയം അല്ലേ? രഘുനാരായണൻ ചേരുന്നു. രഘു, എത്ര മണിയായപ്പോഴാണ് ഹാജരായത്? എന്താണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് മോഡൽ? എന്തിനു വേണ്ടിയാണ് ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയത് എന്നുള്ള കാര്യത്തിൽ അറിയില്ല. എന്നാൽ ശ്രീനാഥ് ഭാസിയെ ഷൈൻ ടോം ചാക്കോ അടക്കം ആളുകളുമായിട്ട് പരിചയമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങളെന്ന് മോഡലിന് അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. 3 പേരും നിലവിൽ എക്സൈസിൻ്റെ ഇവിടുത്തെ ആലപ്പുഴയിലെ ഓഫീസിലാണുള്ളത്. ഉദ്യോഗസ്ഥരടക്കം ഇവിടെ താഴെത്തട്ടിലുള്ള കമ്മീഷണറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറോ അടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. എന്നാൽ CI SI പോലെയുള്ള താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഇവർ 3 പേരും നിലവിൽ അവിടെ ഗസ്റ്റ് റൂമിലാണുള്ളത്. മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം മാത്രമേ ഇവരെ ചോദ്യം ചെയ്യുകയുള്ളൂ. എന്തായാലും 10 മണിക്ക് ഹാജരാകണമെന്ന് നോട്ടീസ് നൽകിയിരുന്നത്. എന്തായാലും അച്ചടക്കമുള്ള നല്ല ഉത്തരവാദിത്വമുള്ള നിയമവ്യവസ്ഥയെ അനുസരിക്കുന്ന ആളുകൾ ഒക്കെ ആയതുകൊണ്ടാകാം, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കാം. വളരെ നേരത്തെ തന്നെ ആദ്യം എത്തിയത് ഷൈൻ ടോം ചാക്കോയാണ്. പിന്നാലെ അഭിഭാഷകരോടൊത്ത് ശ്രീനാഥ് ഭാസി എത്തി. പിന്നീട് ഇപ്പോൾ മോഡലും എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇവർ 3 പേരോടും പ്രധാനമായും ചോദിച്ചറിയാനുള്ളത് തസ്ലീമയുമായിട്ട് എങ്ങനെയാണ് പരിചയം, എന്തിനാണ് നിരന്തരം വാട്സാപ്പിൽ സംസാരിക്കുന്നത്, ചാറ്റ് ചെയ്യുന്നത്, ഒപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസിയും ഒപ്പം മോഡലിനെയും ഇവിടേക്ക് വിളിച്ച് വരുത്തിയത്. എന്തായാലും ഈ കേസിൽ നിലവിൽ 3 പ്രതികളാണുള്ളത്. തസ്ലിമ, ഇവരുടെ ഭർത്താവ് സുൽത്താൻ, ഒപ്പം തന്നെ മണ്ണഞ്ചേരി സ്വദേശി വാഹനം ഓടിച്ചിരുന്ന ഫിറോസ്. അവർ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ വാഹനത്തിലാണ്, ഈ നീല സ്വിഫ്റ്റ് കാറിലാണ് ഈ മാസം 1-ാം തീയതി എക്സൈസ് ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ഈ സംഘം ആലപ്പുഴയിലേക്ക് വന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള തീരദേശ റോഡിൽ വെച്ച് ഇവരെ പിടികൂടുകയായിരുന്നു. പുലർച്ചെയാണ് പിടികൂടിയത്. ഈ വാഹനത്തിനുള്ളിൽ നിന്ന് 2 കോടിയിലധികം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചിരുന്നു. ഈ തസ്ലീമയും ഒപ്പം തന്നെ ഫിറോസും സുൽത്താനും ഇവരുടെ കുടുംബാംഗങ്ങളും ഈ വാഹനത്തിലുണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ തസ്ലീമയ്ക്കും ഫിറോസിനും മാത്രമാണ് ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് കരുതി പോലീസ് ഇവരുടെ കുടുംബാംഗങ്ങളെ വിട്ടയക്കുകയായിരുന്നു. പിന്നീട് സുൽത്താനെ ഇവിടെ നിന്ന് പിടികൂടുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പോയി പിടികൂടുകയായിരുന്നു. തസ്ലീമ മുൻപും സമാനമായ രീതിയിൽ ലഹരിക്കടത്ത് കേസിൽ പ്രതിയായിട്ടുണ്ട്. ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. അങ്ങനെയുള്ളൊരു ആളുമായി എന്തിനു വേണ്ടിയാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും അടക്കമുള്ള ആളുകൾ നിരന്തരം വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നത്, വാട്സാപ്പ് കോൾ ചെയ്യുന്നത്, സാമ്പത്തിക ഇടപാട് നടത്തുന്നത്? ഇത് അറിയാൻ വേണ്ടിയാണ് 3 പേരോടും വിളിച്ചു വരുത്തിയിട്ട് നാളെയും 2 പേരോട് ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് മൊത്തം 5 പേരെയാണ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി വിളിപ്പിച്ച 3 പേരും പറയുകയാണ്, ഒരു പക്ഷേ ഇവർ തസ്ലീമയിൽ നിന്നും കഞ്ചാവടക്കമുള്ള ലഹരി വസ്തുക്കളെ, അതെന്ത് തന്നെയായാലും ലഹരി വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട്, ഇടപാട് നടത്തിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെ അതിനെന്ത് തെളിവാണ് ഈ എക്സൈസിന്റെ ഭാഗത്തുള്ളത്? അങ്ങനെ തെളിവില്ലാതെ ഇവർക്കെതിരെ എന്തെങ്കിലും നടപടികളുമായി മുന്നോട്ട് നീങ്ങാൻ ഇവർക്ക് സാധിക്കുകയുമില്ലല്ലോ. സാധിക്കില്ല എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള യാഥാർത്ഥ്യം. കാരണം ഈ എക്സൈസിൻ്റെ കേസുകളൊക്കെ, പ്രത്യേകിച്ച് കഞ്ചാവ് പോലെയുള്ള കേസുകളിലൊക്കെ ആണെങ്കിൽ ഇത് വലിച്ചാൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ വലിയ രീതിയിലുള്ള കുറ്റമില്ല, ജയിൽ ശിക്ഷയൊന്നും അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിലവിൽ നിയമമില്ല. മറിച്ച് പിഴയടയ്ക്കുകയോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് വിമുക്തി കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഇതിന് അടിമപ്പെട്ട ആളുകളാണെങ്കിൽ അവരെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്കൊക്കെ മാറ്റാൻ വേണ്ടിയൊക്കെ സാധിക്കും. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ നമ്മളോട് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ബംഗളൂരുവിലായിരുന്നു, അവിടെ ഡി അഡിക്ഷൻ സെൻ്ററിൽ ചികിത്സയിലാണ്. അവിടെ നിന്നാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയത്. അത്തരത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഷൈൻ ടോം ചാക്കോയ്ക്കൊക്കെ ഒരു മാനസാന്തരമൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് ഈ ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ ചികിത്സ തേടുന്നത്. ചികിത്സ തേടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏക പരിഹാരവും. എന്തായാലും ഈ കഞ്ചാവ് കേസിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ഈ കഞ്ചാവ് പിടിച്ചെടുക്കുക, അതായത് ആ സ്പോട്ടിൽ നിന്ന് ഈ കഞ്ചാവ് ലഹരി വസ്തു പിടിച്ചെടുക്കുന്നത് ഏറ്റവും നിർണായകമാണ്. പക്ഷേ ഈ കഞ്ചാവ് പോലെയുള്ള വസ്തുക്കളാണെങ്കിലും മറിച്ച്
നമ്മുടെ സിന്തറ്റിക് ഡ്രഗ് MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗുകളാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ 1 മില്ലിഗ്രാമോ അതിനകത്തേക്കുള്ള ചെറിയ ഒരു കുറവ് ഉള്ള അളവുകളൊക്കെ ആണെങ്കിൽ അവർക്ക് റിമാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് കർശനമായ വകുപ്പുകൾ ചുമത്തി അവരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി സാധിക്കും കുറച്ച് ദിവസത്തേക്കെങ്കിലും. പക്ഷേ ഈ കഞ്ചാവിൻ്റെ കേസിലേക്ക് വന്നാൽ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി പറ്റില്ല. കൈവശം വെച്ചു, അതായത് ഇപ്പോൾ 1/2 കിലോയോ അല്ലെങ്കിൽ 3/4 കിലോയോ ഒക്കെ കൈവശം വെച്ചുകൊണ്ട് എന്നത് മാത്രം അവരെ ഉടൻ തന്നെ റിമാൻഡിലേക്ക് അയക്കാനൊന്നും ജയിലിലേക്ക് അയക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ ഈ കേസിലാണെങ്കിൽ അതുപോലുമില്ല. കാരണം ഈ സ്പോട്ടിൽ നിന്ന് ഇവരെ പിടികൂടിയിട്ടില്ല. ഇവരുടെ പക്കൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ലഹരി വസ്തുക്കൾ തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ എന്തെങ്കിലും പിടിക്കപ്പെട്ടിട്ടില്ല. ഈ ലഭ്യമായ വിവരം അനുസരിച്ച് തസ്ലീമ പറഞ്ഞ വിവരങ്ങൾ, ഫോണിലെ രേഖകൾ, ഇതൊക്കെ അനുസരിച്ചാണ് ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായതായി സംശയിക്കുകയും അല്ലെങ്കിൽ ചില ടെലിഫോൺ രേഖകൾ കിട്ടുകയും ഒക്കെ ചെയ്തത്.